ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 57-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. അകമ്പന പദം കേട്ട് ക്രുദ്ധോ വൈ രാക്ഷസേശ്വര, അരിശം കൊണ്ട രാക്ഷസേശ്വരൻ അല്പം വാടിയ മുഖത്തോടെ കിഞ്ചിത് ദീനമുഖശാപി സജീവാംസ്ഥാനുദൈക്ഷത, സജീവന്മാരെ നോക്കുകയുണ്ടായി. തെല്ലുനേരം ചിന്തിച്ച ശേഷം മന്ത്രിമാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് പൂർവാംഗത്തിലെ പടയൊരുക്കങ്ങളെല്ലാം പരിശോധിക്കാൻ ലങ്കാപുരിയില് രാവണൻ ചുറ്റി നടന്നു. അനേകം അരക്കന്മാർ കാവൽ നിൽക്കുന്നതും സേനാസംഘങ്ങളാൽ ചുറ്റപ്പെട്ടതും കൊടികളും കൊടിമരങ്ങളും കൊണ്ട് ശോഭിക്കുന്നതുമായ ദദർശ നഗരിയും ആ നഗരത്തെ രാജാവ് കാണുകയുണ്ടായി. രുദ്ധാന്തു നഗരീം ദൃഷ്ട്വാ രാവണോ രാക്ഷസേശ്വര, രാക്ഷസേശ്വരനായ രാവണൻ പുരി ഉപരോധിക്കപ്പെട്ടത് കണ്ട് യുദ്ധകോപിതനായിരിക്കുന്ന പ്രഹസ്തനോട് കാലോചിതമായി ആത്മഹിതമായിരിക്കുന്ന വാക്ക് പറയുകയുണ്ടായി. അല്ലയോ യുദ്ധവിശാരദ, പട പെട്ടെന്ന് വന്ന് കയറി പീഡിപ്പിക്കുന്ന പുരത്തിന് ഞാൻ യുദ്ധമല്ലാതെ മറ്റൊരു മോചനവും കാണുന്നില്ല. അഹം വാ കുംഭകർണോ വാ ത്വം വാ സേനാപതിർ മമ, ഞാനോ എൻ്റെ സേനാപതിയായ നീയോ കുംഭകർണനോ ഇന്ദ്രജിത്തോ നിഗംബനോ വേണം ഈ ഭാരം ഏൽക്കുവാനായി. അതിനാൽ നീ വേഗം സൈന്യത്തെ ഒരുക്കിയെടുത്ത് വാനരന്മാർ ഉള്ളിടത്തേക്ക് വിജയിക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ പുറപ്പാട് കൊണ്ട് തന്നെ വേഗം വാനരപ്പട ചിതറിപ്പോകും. അലറുന്ന രാക്ഷസോത്തമന്മാരുടെ അട്ടഹാസം കേട്ട് അവര് ഓടിക്കൊള്ളും. വാനരന്മാര് നെഞ്ചുറപ്പും നിറവുമില്ലാത്ത ചപലന്മാരാണ്. നാ സഹിഷ്യന്തിതേ നാദം സിംഹനാദം വിവാഹ, നിന്റെ നാദം സിംഹനാദം ആനകളെന്ന പോലെ സഹിക്കുകയില്ല അവര്. ആ സൈന്യം ഓടിപ്പോയാൽ രാമൻ സൗമിത്രിയോടൊപ്പം അവശനും നിരാലംബനുമായിട്ട് നിനക്ക് അധീനനാകും പ്രഹസ്ത. യുദ്ധത്തിൽ സംശയിക്കപ്പെടുന്ന ആപത്ത് ശ്രേയസ്സാണ്. അതിവിടെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയോ മറിച്ചോ ഏതാണ് നമുക്ക് ഹിതമായി നീ കരുതുന്നത്? രാവണൻ ഈ വിധം ചൊല്ലിയപ്പോൾ പടനായകനായ പ്രഹസ്തൻ അസുരേന്ദ്രനോട് ശുക്രൻ എന്നതുപോലെ രാക്ഷസേന്ദ്രനോട് പറഞ്ഞു: രാജൻ മന്ത്രിതപൂർവം ന കുശലൈ സഹമന്ത്രിഭീ വിവാദശ വിനോവൃത്ത സമവേക്ഷ്യ പരസ്പരം. അല്ലയോ രാജൻ, സമർത്ഥരായ മന്ത്രിമാരുമായി മുമ്പേ തന്നെ നാം ഇത് ആലോചിച്ചതാണ്. നാം തമ്മിൽ ചർച്ച ചെയ്തിട്ട് വിവാദവും ഉണ്ടായതാണ്. പ്രധാനേനതു സീതായ ശ്രേയോ വ്യവസിതം മയ, വൈദേഹയെ തിരിച്ചു കൊടുക്കുന്നതാണ് നന്മയെന്നും ഞാൻ ആലോചിച്ചറിഞ്ഞതാണ്. അപ്രധാനേ പുനർയുദ്ധം ദൃഷ്ടമേതത്തഥൈവന, കൊടുക്കാതിരുന്നാൽ യുദ്ധം ഉണ്ടാകുമെന്നും അതുപോലെ മുൻകൂട്ടി കണ്ടതാണ്. സോഹം ദാനയിശ്ച മാനയിശ്ച സതതം പൂജിതസ്ത്വയാ, ദാനം കൊണ്ടും മാനം കൊണ്ടും വിവിധ സാന്ത്വനങ്ങൾ കൊണ്ടും അങ്ങയാല് എപ്പോഴും പൂജിതനായ ഞാൻ യഥാകാലം അങ്ങേക്ക് എന്ത് പ്രിയം തന്നെ ചെയ്യുകയില്ല. നഹിമേ ജീവിതം ലക്ഷ്യം പുത്രധാരധനാനിവ, എനിക്ക് ജീവിതമോ പുത്രന്മാര് ഭാര്യ സമ്പത്ത് എന്നിവയോ രക്ഷിക്കണമെന്നില്ല. ത്വം പശ്യമാം ജുഹൂഷന്തം തുതർത്ഥം ജീവിതം യുധി, അങ്ങേക്ക് വേണ്ടി യുദ്ധത്തില് ജീവൻ ഹോമിക്കുന്നത് അങ്ങ് കണ്ടുകൊള്ളുക. ഏവമുക്ത്വാതു ഭർത്താരം രാവണം വാഹിനീപതി ഉവാചേതം ബലാധ്യക്ഷാൻ പ്രഹസ്ത പുരതസ്ഥിതാൻ. പടനായകനായ പ്രഹസ്തൻ ഭർത്താവായ രാവണനോട് ഇങ്ങനെ പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന സേനാധ്യക്ഷന്മാരോട് പറയുകയുണ്ടായി: എനിക്ക് വേണ്ടി വമ്പിച്ച രാക്ഷസ സൈന്യത്തെ വേഗം ഒരുക്കുക. എൻ്റെ ബാണവജ്രത്തിന്റെ വേഗത്താൽ പോർക്കളത്തിൽ കൊല്ലപ്പെടുന്ന കാടുവാഴികളെ കൊണ്ട് മാംസാദങ്ങളായ പക്ഷികള് തൃപ്തിപ്പെടട്ടെ. ഇത്യുക്താസ്തേ പ്രഹസ്തേന ബലാധ്യക്ഷ കൃതത്വരാ. പ്രഹസ്തൻ ഇങ്ങനെ ആജ്ഞാപിച്ചപ്പോൾ സേനാധ്യക്ഷന്മാർ ബന്ധപ്പെട്ട് ആ രാക്ഷസ മന്ദിരത്തില് സൈന്യത്തെ സജ്ജമാക്കി. സബഭൂവ മുഹൂർത്തേന
ദിഗ്മനാനാവിധായുധൈഹി. ആ ലങ്ക തെല്ലുനേരം കൊണ്ട് ദുഷ്ടങ്ങളായ നാനാതരം ആയുധങ്ങൾ അണിഞ്ഞ രാക്ഷസ വീരന്മാരാല് ഗജങ്ങളെ കൊണ്ടെന്നതുപോലെ തിങ്ങി നിറഞ്ഞു. അഗ്നിതർപ്പണവും ബ്രാഹ്മണ പൂജയും ചെയ്യുമ്പോൾ നൈമണം പുരണ്ട സൗരഭ്യത്തോടെ സമീരണൻ വീശി. പോരിനിറങ്ങിയ രാക്ഷസന്മാര് മന്ത്രശുദ്ധി വരുത്തിയ നാനാതരം മാലകള് സന്തോഷപൂർവം വാങ്ങി അണിഞ്ഞു. പടച്ചട്ടയിട്ട് വില്ലേന്തിയ രാക്ഷസന്മാര് വേഗം ചാടിപ്പുറപ്പെട്ട് രാജാവായ രാവണനെ നോക്കിക്കൊണ്ട് പ്രഹസ്തനെ ചുറ്റി നിന്നു. അപ്പോൾ പ്രഹസ്തൻ രാജാവിനോട് വിടവാങ്ങിയ ശേഷം ഭയജനകമായ ഭേരി അടിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ദിവ്യരഥത്തിലേക്ക് കയറി. അതിവേഗമാർന്ന അശ്വങ്ങളെ പൂട്ടിയതും സമർത്ഥനായ തേരാളി തെളിക്കുന്നതും ഇടിമുഴക്കം പോലെ ഒച്ചയുള്ളതും സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്നതും നാഗധ്വജം കൊണ്ട് ദുർദർശവും നല്ല മറയും നല്ല ചക്രവും പൊൻജനലുകളും ചേർന്നതും കാന്തി കൊണ്ട് പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നതുമായ ആ തേരിലേറിക്കൊണ്ട് രാവണന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് വൻപടയാൽ ചുറ്റപ്പെട്ട് വേഗം ലങ്കയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്രകാരത്തിൽ സേനാപതി പുറപ്പെട്ടപ്പോൾ മേഘഗർജനം പോലെയുള്ള ദുന്ദുഭിഘോഷവും സമുദ്ര സ്വനസദൃശമായ വാദ്യനിനാദവും ശംഖധ്വനിയും കേൾക്കുമാറായി. ഭീമരൂപന്മാരും മഹാകായന്മാരും പ്രഹസ്തന അനുചരന്മാരുമായ രാക്ഷസന്മാര് ഘോര ശബ്ദത്തില് ആർത്തുകൊണ്ട് മുമ്പേ നടന്നു. നരാന്തകൻ, കുംഭകനു, മഹാനാഥൻ, സമുന്നതൻ എന്നീ പ്രഹസ്തന്റെ മന്ത്രിമാര് അവന്റെ ചുറ്റും നടന്നു. അതിഭീകരവും ആനക്കൂട്ടത്തിനൊത്തതും വ്യൂഹം ചമച്ചതുമായ വൻ സൈന്യത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് പ്രഹസ്തൻ കിഴക്കേ വാതിൽക്കൽ കൂടി പുറപ്പെട്ടു. കടൽക്കോള് പോലെയുള്ള ആ പടയാൽ ചുറ്റപ്പെട്ട് കാലാന്തകയമോപനായ പ്രഹസ്തൻ വേഗം തന്നെ പോന്നു. അവന്റെ പുറപ്പാടിന്റെ ഘോഷവും അരക്കന്മാരുടെ ആർപ്പവിളിയും കൊണ്ട് ലങ്കയിലെ സർവ ജീവികളും വികൃത ശബ്ദങ്ങളാൽ അലറി. രക്തമാംസബുക്കുകളായ പക്ഷികള് മേഘരഹിതമായ മാനത്തു വന്ന് തേരിന് വട്ടത്തില് വലം വെച്ചു. തീജ്വാലകൾ വമിച്ചുകൊണ്ട് കുറുക്കന്മാർ ഉഗ്രമായി ഓരിയിട്ടു. ആകാശത്തിൽ നിന്ന് ഉൽക്കകള് വീണു. കൊടുങ്കാറ്റൊക്കെ വീശി. പരസ്പരം പിണങ്ങിയ ഗ്രഹങ്ങളാകട്ടെ പ്രകാശിച്ചുമില്ല. ആ രാക്ഷസന്റെ തേരിനു നേരെ മേഘങ്ങള് രൂക്ഷ ശബ്ദത്തോടെ ചോര ചൊരിഞ്ഞു. അവന്റെ അനുചരന്മാരെല്ലാം നനഞ്ഞു. കൊടിമരത്തലയിൽ തെക്കോട്ട് നോക്കിയിരുന്ന ഇരുവശത്തും കൊത്തിക്കീറുന്ന കഴുകൻ അവന്റെ കാന്തിയെല്ലാം കെടുത്തി. പലവട്ടം പടക്കിറങ്ങിയിട്ടുള്ള സൂതനും കുതിരപ്പടയാളിയുമായ തേരാളിയുടെ കയ്യിൽ നിന്ന് ചമ്മട്ടി വഴുതി പോയി. പുറപ്പെട്ടപ്പോൾ അവനിൽ പ്രോജ്വലിച്ചിരുന്ന അഷ്ടവസ്തുക്കൾക്ക് പോലും ദുർലഭമായിരുന്ന ശോഭ നിമിഷനേരം കൊണ്ട് നശിച്ചു. നിരപ്പുള്ള നിലത്തും കുതിരകൾക്ക് കാലിടറുവാനായിട്ട് തുടങ്ങി. എതിരിട്ടടുക്കുന്ന ബലപൗരുഷങ്ങൾക്ക് പേരുകെട്ട പ്രഹസ്തനെ വാനരസൈന്യം പോരില് പല ആയുധങ്ങളുമായിട്ട് എതിരിട്ടു. വാനരന്മാർക്കിടയിൽ വൃക്ഷങ്ങൾ പിഴുതെടുക്കുന്നതിൻ്റെയും പാറകൾ പൊക്കുന്നതിൻ്റെയും വലിയ കോലാഹലം ആ സമയത്ത് ഉയർന്നു. സതതാം രാക്ഷസാനാം ച വാനരാണാം ച ഗർജത. അരക്കന്മാർ അലറുമ്പോഴും കവികൾ കൂകിയാർക്കുമ്പോഴും രാക്ഷസ വാനരസേനകൾ രണ്ടും ഉത്സാഹഭരിതമായിട്ട് മാറി. അന്യോന്യം കൊല്ലാൻ കൊതിക്കുന്ന വേഗമേറിയ സമർത്ഥന്മാര് പരസ്പരം പോർവിളി നടത്തുന്ന ശബ്ദം ഉച്ചത്തില് കേൾക്കുമാറായി. പിന്നെ ദുർമതിയായ പ്രഹസ്തൻ വിജയിക്കാൻ വേണ്ടി കപിരാജ സൈന്യത്തെ എതിർത്ത് ചെന്നു. ചാകാനൊരുങ്ങിയ പാറ്റ തീയിൽ വന്ന് വീഴുന്നത് പോലെ അവൻ വൻപിച്ച വേഗമുള്ള ആ പടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ പ്രഹസ്തന്റെ യുദ്ധ സന്നാഹമാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.